birthday to you. ഇവളുടെ മാരേജ് എപ്പോഴാ? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അയ്യോ ശാന്തി, വേഗം ഡിസൈഡ് ചെയ്യേ. ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. കുടുംബജീവിതത്തെക്കാൾ നല്ലത് സന്യാസ ജീവിതമാ. സോക്രട്ടീസ് പറഞ്ഞതാ. ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, മോളിലേക്കൊന്ന് വരണം. എന്താ കാര്യം? തല കുനിക്കേണ്ടി വന്നു എനിക്ക്. ഒന്ന് താഴേക്ക് ഇറക്കി ചെന്ന് ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അപ്പഴേ മനസ്സിലാവുകയുള്ളൂ. വെറുതെ ഫോൺ പിടിച്ച് മാറി എന്നിട്ട് കാര്യമില്ല. ദീപക് എവിടെ? എൻഗേജ്മെന്റ് കഴിഞ്ഞ മാരേജ് എപ്പോഴാണ്? I can't answer their questions. ദീപകിനെ മാരേജ് ചെയ്യാൻ പറഞ്ഞ ഞാനാണോ? ദീപകുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ ഞാൻ പറഞ്ഞോ? എല്ലാം അവളുടെ ഇഷ്ടത്തിനായിരുന്നില്ലേ? ഇതിൽ ഞാനെന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റല്ല എന്റേത് മാത്രമാണല്ലോ. അല്ലെങ്കിൽ എന്തിനു നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാനല്ലേ നേരുള്ളൂ. ഡാഡിയുടെയും മമ്മിയുടെയും വഴക്ക് ടിവിയിലെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. It's too much, man. ആ പണി ഗൗതമിനെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും. അവനൊരു പ്രോഗ്രാം ആങ്കറും കൂടിയാണല്ലോ. സൂപ്പർ ആവും. ശരിക്കും ആ സ്റ്റുപ്പിഡ് ഫെല്ലോ എന്ത് ചെയ്യാനാവും? നിന്റെ ഫോണും തന്നെ. ഗൗതമിനെ വിളിക്കാനാ? നോ റിപ്ലൈ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദീപക്. ഒരു ഫോണിന് റിപ്ലൈ ഇല്ല, ഇമെയിലിന് റിപ്ലൈ ഇല്ല. സോ ഇറിറ്റേറ്റിംഗ്. ഫോൺ ചെയ്യുന്നതും ഇറിറ്റേറ്റ് ആകുന്നതും എന്തിനാ? ഹീസ് മൈ ഫ്രണ്ട് ദീപക്. എന്താ ഈ ചിരിയുടെ അർത്ഥം എന്താ? ഏയ് ഒന്നുമില്ല. നോ ടെൽ മീ. നിത്യ, ഏതോ എൻഗേജ്മെന്റ് ഫിക്സ് ആയെന്ന് വെച്ച് മറ്റൊരാളെ ഇഷ്ടപ്പെടരുതെന്ന് റൂളൊന്നുമില്ലല്ലോ. വാട്ട്? എന്താ ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് പോന്നതിന് ശേഷം ഗൗതമിന് 30 കോളും 20 മെസ്സേജും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോ, ഐ ആം നോട്ട് ഡൗട്ടിങ് യു. പിന്നെ 30 കോൾസിന്റെ 20 മെസ്സേജിന്റെ ഒക്കെ കണക്ക് പറയുന്നത് എന്തിനാ? ലുക്ക്, all I am trying to say is ചില പരിചയങ്ങൾ ഫ്രണ്ട്ഷിപ്പായി മാറും, ചില ഫ്രണ്ട്ഷിപ്പ് പ്രേമമായി മാറും. നമ്മൾ അറിയാതെ അങ്ങനെ സംഭവിക്കുന്നത്. Without us actually realizing it. അങ്ങനെ ഞാൻ ഗൗതമിനെയും പ്രേമിക്കുന്നതാണോ പറയുന്നത്? ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? നീയുമായി കല്യാണം ഫിക്സ് ചെയ്തിട്ടും വേറൊരാളെ ഞാൻ പ്രേമിക്കുന്നു നിനക്ക് ഡൗട്ട്? All it could be is വെയിറ്റ്. കല്യാണത്തിന് മുമ്പേ നീ എന്നെ സംശയത്തോടെയാ കാണുന്നത്. ആഫ്റ്റർ മാരേജ് നീ വീണ്ടും ഇങ്ങനെ പറഞ്ഞ? oh come on നിത്യ. വിശ്വാസമില്ലാത്തവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ലൈഫ്. അവളുടെ നമ്പർ അവളുടെ 9850200100. നീ എങ്ങനെ അറിഞ്ഞടാ? ആംബുലൻസ്, പോലീസ്, ഫയർ സ്റ്റേഷൻ, ആ നമ്പേഴ്സ് എല്ലാവരും കയറി കാണും. എനിക്കിട്ട് അങ്ങനെ വെക്കാതടാ. ധൈര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിനൊന്ന് വളച്ച് കാണിക്കും. വേണ്ട മോനെ, ഗൗതമിനോട് ബെറ്റ് വെക്കല്ലേ. ആക്ടിങ് വേണ്ട മോനെ. ഇവിടെ വെച്ചൊരു പെണ്ണിനെ വളച്ച് കാണിച്ചാ എന്റെ കാർ ഞാൻ നിനക്ക്. സത്യമാണല്ലോ. മൊത്തത്തിൽ ഈ പബ്ബ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഏതോ സൂപ്പർ ഫിഗർ എന്ന് നീ പറ, ഞാൻ ഏറ്റു. വാക്ക് മാറില്ലല്ലോ. ഒരിക്കലും ഇല്ല. ഗ്യാരണ്ടി? ഉറപ്പാ? ഉറപ്പ്. ഡബിൾ ഷുവർ. കണ്ടുപിടിയടാ. നോക്കല്ലേ? ഇവിടെ അല്ല, അവിടെ നോക്ക്.